ഞങ്ങള് രാവിലെ ഉള്ള ഒരു കുഞ്ഞു മയക്കത്തിലാട്ടോ. കുഞ്ഞ ഒങ്ങിക്കോ ഒങ്ങിക്കോ ചായ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവരുടെ മുടി കംപ്ലീറ്റ് ആയിട്ട് ഷേവ് ചെയ്ത് കളയണത് നല്ലതാണ്? എന്നല്ലാട്ടോ. നമുക്കായാലും നമ്മളുടെ സ്കിന്നും ഹെയറും ഒക്കെ ജേംസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. ഇവർക്കും സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ മുടി മുറിച്ച് കളയണ സമയത്ത് അത് ഇവർക്ക് വളരെ മോശമാണ്. നമ്മൾ വിചാരിക്കും ചൂട് കൂടുതലല്ലേ, ഇവർക്ക് ഫർ ഉള്ളതല്ലേ, അതുകൊണ്ട് അത് വടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സുഖം ഉണ്ടാവുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇവർക്ക് ഈ ഹീറ്റ് സ്ട്രോക്കും സൺബേൺ, നമ്മുടെ UV റേസ് ഒക്കെ ഡയറക്റ്റ് സ്കിന്നിൽ ആവാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ നമുക്ക് നമ്മളായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ത് ഈ ഷേവ് ചെയ്ത് കളയാന്നുള്ളത്. ഡേയ്സിനെ പോലെ ഇവർക്കൊന്നും അത്ര വലിയ നീളത്തിലുള്ള ഹെയർസ് ഒന്നും ഇല്ലല്ലോ. നീളത്തിലുള്ള ഹെയർസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് എന്താണെന്നറിയോ, നമ്മൾ ഡെയിലി ഒരു 2-3 പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നത്. അതും അതെന്തിനു ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ഡെഡ് സെൽസ് ഉണ്ടാവില്ലേ, ഡെഡ് ഹെയർസ് അല്ലെങ്കിൽ ഡെഡ് സ്കിൻ ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതുപോലെയുള്ള ബ്രഷ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇതുപോലെയുള്ള ബ്രഷ് കൊണ്ട് നമ്മൾ ചെയ്താൽ മതി. നന്നായി ഡീപ്പായിട്ട് ചെയ്യാം കേട്ടോ. അവർക്ക് വേദനിക്കൊന്നുമില്ല, നല്ല സുഖമാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിലേക്ക് ഹെയർ വരും. അപ്പൊ നമ്മൾ ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹെയർ താഴെ വീണോളും. ഓക്കെ, അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സമ്മറിൽ, എസ്പെഷ്യലി സമ്മറിൽ അവര് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇനൊന്ന് നമുക്ക് ട്രിം ചെയ്ത് കൊടുക്കാം. എങ്ങനെ, എവിടെയാണ് നമ്മൾ ട്രിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇവരുടെ കാലിന്റെ അടിയിലെ പോസിന്റെ അടിയിൽ ഹെയർസ് ഉണ്ടാവേ. ഇതിങ്ങനെ ഹെയർസ് റെഡീസൺ ഇല്ല, ഗ്രൂമിങ് ചെയ്യുമ്പോൾ അവരത് ട്രിം ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഈ കാലിൽ ഇത് സ്വെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഹെയർസ് നമ്മൾ ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഹെൽപ്ഫുൾ ആവും. അതേപോലെ വയറിന്റെ അടിഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ട്രിം ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഫുൾ ആയിട്ട് ഷേവ് ചെയ്ത് കളയരുത് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ചൂട് കൂടുതലല്ലേ. ഇപ്പൊ ഡയറക്റ്റ് ഈ ചൂടൊക്കെ ആ കുട്ടികളുടെ മേത്തല്ലേ തട്ടുക. അപ്പൊ അവർക്ക് കൂടുതൽ വയ്യാണ്ടേ ആവുക കേട്ടോ. ചെയ്യുക 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയോ ബ്രഷിങ്. ലോങ് ഹെയർസ് ഉള്ളവരാണെങ്കിൽ, അതായത് ഇപ്പോൾ ഗോൾഡൻ റിട്രീവേഴ്സിന് പോലും വേണമെന്നൊന്നും ഇല്ല, പൂടിലൊക്കെ ഇല്ലേ, പൂടിനൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും ഡോക്ടറുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് എത്രത്തോളം ട്രിം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഡേയ്സിന്റെ ഡോക്ടർ വളരെ നീറ്റായിട്ട് പറഞ്ഞു അത് അത്ര നല്ലതല്ല. കാരണം അവർക്കുള്ള ഹെയർ നാച്ചുറൽ ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ അവരുടെ ഈ മുടിയുടെ ഏറ്റവും അടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അത് അവരുടെ ബോഡി കൂളാക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടു എന്ന് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കുണ്ടാവില്ലേ നമ്മുടെ മുടി, നമ്മുടെ സമ്മതമല്ലാണ്ട് നമ്മുടെ മുടി വടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സെയിം ഫീലിങ്സ് ഒക്കെ അവർക്കും ഉണ്ടാവും. അവർക്ക് അതൊരു ഡിപ്രഷൻ പോലെ ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ അതിൽ കൂടെ പറയാൻ വിട്ടുപോയതാണ്. ബ്രഷ് ചെയ്യണത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡേയ്സിന് ഞാൻ ദിവസം 2 പ്രാവശ്യം മിനിമം കോംബ് ചെയ്യുവേ. കോംബ് ചെയ്തില്ല എന്ന് വെക്കേ, അപ്പോൾ അവൾക്ക് ഏറ്റവും കൂടുതൽ മുടിയുള്ളത് അവളുടെ കഴുത്തിന്റെ ഭാഗത്ത്, പിന്നെ അവളുടെ ബാക്ക് സൈഡിൽ ഇവിടെയൊക്കെയാണ് അവളുടെ കൂടുതൽ ഹെയർ ഉള്ളത്. കേട്ടത് ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് ഹെയർ ജാസ്തി അല്ലേ. ഇല്ല മുന്നേ അങ്ങോട്ട് ഒറ്റതല്ല കണ്ണ. അപ്പൊ എന്താന്ന് പറയാം, മുടി കുടുങ്ങും. അവര് കാറ്റത്തൊക്കെ നടക്കുന്നല്ലേ, അപ്പൊ മുടി കുടുങ്ങും. ആ മുടി കുടുങ്ങി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മൾ കോംബ് ചെയ്തിട്ട് ആ കെട്ട് നമ്മൾ മാറ്റാൻ ശ്രമിക്കില്ലേ, അത് ഭയങ്കര പെയിൻഫുൾ ആ. അത് ഇപ്പൊ ഡേയ്സിനെ പോലെ കുഞ്ഞി മുടിയുള്ളവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഷിറ്റ്സുവിനെ പോലെയുള്ള ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഗ്രൂമിങ്ങിന് നമ്മൾ പോകുമ്പോഴൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഷിറ്റ്സുവിനെ ഒട്ടും ബ്രഷ് ചെയ്യാണ്ടേ മുടി ഇങ്ങനെ കുടുങ്ങിയിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ട്. എന്തോരം പെയിൻഫുൾ ആയിരിക്കും അറിയാം അവർക്ക്. അപ്പൊ പിന്നെ അവർക്ക് വേറെ ഒരു നിവൃത്തിയില്ല, അത് ഷേവ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ആ മുടിയുടെ ആ കെട്ട് അഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഈ മൊത്തത്തിൽ ഒന്ന് ഷേവ് ചെയ്ത് കളഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചൂടത്ത് മുടിയും കൂടി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് അത് സ്കിന്നിൽ ആവില്ലേ. അപ്പൊ എവിടെയെങ്കിലും എഫക്ട്, ഏതെങ്കിലും ചെറിയ കുഞ്ഞു ഭാഗത്തൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുടി വളരുന്ന സമയത്ത് ഈ പാച്ച് പോലെ വളരും. അപ്പോൾ ശ്രദ്ധിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കിത് പറയണം തോന്നി. ആർക്കെങ്കിലും മനസ്സ് മാറിക്കഴിഞ്ഞാൽ നല്ലതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ.